എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മിലിറ്ററി ക്യാൻറ്റീനിലേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടേ, എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയിൽ ഇങ്ങനെ സിന്ദൂർ എന്നൊക്കെ എഴുതി പോകുന്നുണ്ട്. ശബരിമലയിൽ പോകുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ ദേശത്തിന് വേണ്ടി ഒത്തിരി പട്ടാളക്കാർ അതിർത്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുമല്ലേ. അപ്പം അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കാര്യമാണ്. ഞാനും ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയും മകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഉള്ളത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നത്. ആ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിൻ്റെ ആയിരുന്നു കേട്ടോ നീല ചുവരൊക്കെ ഉള്ളത്. ഇതാണ് കേട്ടോ ട്രിവാൻഡ്രം മെൻ്റൽ ഹോസ്പിറ്റൽ, ഊളംപാറ എന്നൊക്കെ പറയത്തില്ലേ അത്. പിന്നെ ഇതാണ് കേട്ടോ അഗസ്ത്യ. അത് കഴിഞ്ഞ് വരുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ പരേഡ് ഗ്രൗണ്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ ഇതൊക്കെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ക്യാൻറ്റീൻ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാൻറ്റീൻ. അത് ആംഡ് ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ നടന്ന് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് NCC ക്യാൻറ്റീൻ. ഇത് അപ്പോൾ ചെന്ന പാടെ തന്നെ ശിവക്കുട്ടൻ അവിടെ നിന്നൊരു ബാസ്ക്കറ്റും എടുത്ത് ഉരുട്ടി പോകാൻ തുടങ്ങി. അവന് കുഞ്ഞിൻ്റെ മുതൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉള്ള പണി ഇത് തന്നെയാണ് കേട്ടോ. അവന് സെപ്പറേറ്റായിട്ടൊരു ബാസ്ക്കറ്റ് വേണം. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് അവന്, പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മളും ബാസ്ക്കറ്റ് എടുക്കുക. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബാസ്ക്കറ്റൊക്കെ എടുത്ത് ഇതുവഴിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിൽ കയറി ചെന്നതിൻ്റെ അകത്തോട്ട് റൂമുണ്ട്. അവിടെ ലൈസോൾ, ഹാർപ്പിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പുറത്തായിട്ട് പിന്നെ ബാക്കിയുള്ള ജ്യൂസ് ഐറ്റംസ്, ചൂല്, അരിപ്പ്, കുക്കർ, ബോറോസിൽ ഗ്ലാസസ്, കുക്ക് വെയർ സെറ്റ്, പിന്നെ ഇന്നർ വെയേഴ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നെ വേറൊരു റൂമിലായിട്ട് മോസ്കിറ്റോ ബാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഹീറ്റർ ഇരിപ്പുണ്ടായിരുന്നു. മോസ്കിറ്റോ ബാറ്റ് തന്നെ 2 കമ്പനീസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഇറങ്ങുമ്പോൾ മാഗിക്കായിട്ടൊരു സെക്ഷനുണ്ട്. പിന്നെ ഇതെല്ലാം കുക്ക് വെയർ സെറ്റുകളാണ് കേട്ടോ. പിന്നെ വേറൊരു സ്ഥലത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തേയില, ഗ്രീൻ ടീ, പാൽപ്പൊടി, ഓയിൽ, അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഫുൾ ഹോർലിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും പിന്നെ കുട്ടികൾക്കുള്ള പ്രോട്ടീൻ പൗഡറിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ്. ശിവക്കുട്ടൻ നേരെ ബിസ്ക്കറ്റിൻ്റെ മുട്ടായിയുടെ സെക്ഷനിലേക്ക് പോയി അവിടെ നിന്ന് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം പറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. വാഫിയും ഒക്കെ പറക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ കപ്പലണ്ടി മുട്ടായി കാണുന്നത്. പിന്നെ അവിടെ ഇത്രയും നാളെ പോയതിൽ ഇപ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ ഒരുപാട് സാധനങ്ങൾ കിട്ടി കേട്ടോ. പിന്നെ ശിവക്കുട്ടൻ ഒരു ബാസ്ക്കറ്റ് നിറച്ച് ബിസ്ക്കറ്റും വാഫിയും കൊണ്ട് നിറച്ചു. അവനതെല്ലാം വേണമെന്നും പറഞ്ഞ്. പിന്നെ ഇവിടെ സോന പപ്പടി, മ്യൂസ്ലി, കോൺഫ്ലക്സ്, പിന്നെ പാൽപ്പൊടി, പിന്നെ ഡേറ്റ്സ്, പിന്നെ ഈ സാധനം ലൈറ്റ് മീറ്റ് ടൂണ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ തന്നെ ചോക്ലേറ്റ് സിറപ്പ്, സ്ട്രോബെറി സിറപ്പ്, ഇത് അച്ചാറുകൾ, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. നെല്ലിക്ക ഉണക്കിയത്. പിന്നെ ഇവിടെ പാനിപൂരിയുടെ കിറ്റ്, അതിൻ്റെ മിക്സ്, ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പാരച്യൂട്ട് ഓയിൽ, പിന്നെ ഇത് ഷാമ്പൂ, കണ്ടീഷണർ, ഓയിൽ, ഫേസ് വാഷ്, ഫേസ് ക്രീം, അതിൻ്റെയൊക്കെ ഒരു സെക്ഷനായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങി നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുവാണ്. ഇപ്പോൾ അവൻ്റെ സാധനങ്ങൾ മാത്രം പറക്കി വയ്ക്കുകയാണ് കേട്ടോ. അവൻ്റെ സാധനങ്ങളെന്ന് പറയാൻ ബിസ്ക്കറ്റും വാഫിയും മാത്രം. അങ്ങനെ അതെല്ലാം പറക്കി വെച്ച് അത് മാത്രം തന്നെ നമുക്ക് 2 പെട്ടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ പറക്കി റീചെക്ക് ചെയ്തിട്ടാണ് ബില്ലടിച്ച് പിന്നെ റീചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് സാധനങ്ങൾ തരുന്നത്. അങ്ങനെ ഞാനതൊക്കെ നിന്ന് കളക്ട് ചെയ്യുവാണ്. അപ്പോൾ അത് അവിടെ നിന്ന് അവനൊരു നെസ്കഫേയുടെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോഴേ തന്നെ കുടിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ. അപ്പോൾ നമ്മൾ സ്നിക്കേഴ്സ് പിന്നീടാണ് കേട്ടോ ബില്ലടിച്ചത്. അങ്ങനെ അതും വാങ്ങിച്ച് സാധനങ്ങളും എല്ലാം ഞാൻ നിന്ന് വാങ്ങുന്നുണ്ട്. ഭയങ്കര ചൂടായിരുന്നേ. എന്നിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ പുറത്തിറങ്ങി. ഇതാണ് കേട്ടോ ബില്ല്. ഇവിടെ ATM പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ പോലീസ് ബറ്റാലിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ചേട്ടൻ വന്നിരുന്ന സാധനങ്ങളെല്ലാം കവറിലാക്കുന്നുണ്ട്. അങ്ങനെ ശിവക്കുട്ടന് അടുത്ത് ഒരു അരിപ്പ് അമ്മ പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അരിപ്പ് പിടിക്കാൻ കൊടുത്തപ്പോൾ അതിനെ നേരെ എടുത്ത് തലയിലങ്ങ് വെച്ചു. തൊപ്പി വയ്ക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട, ഇതാണ് എൻ്റെ തൊപ്പി എന്നൊക്കെ പറഞ്ഞ് അതിന് വെച്ചുകൊണ്ട് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ
എല്ലാവരും ഓരോ കവറൊക്കെ എടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കാർ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. സത്യത്തിൽ ഈ കവറൊന്നും പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പൊക്കി അതുവരെ എത്തിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ മുമ്പേ ഒരു കവറൊക്കെ തലയിൽ വെച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. തലയിലല്ല, തോളിൽ. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്നും അതിൻ്റെ റേറ്റും വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ വീണ്ടും അവിടെ നിന്ന് വിടുവാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഗണപതി ക്ഷേത്രം കണ്ടു. ഇത് പട്ട അടുപ്പിച്ചാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ പോയത് വഞ്ചൂർ കോടതിയുടെ ഭാഗത്തേക്കാണ്. അവിടെ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ കയറണമായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ IT പ്രൊഫഷണൽസിൻ്റെയും ക്ഷേമനിധി ബോർഡ്. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചുമർ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് കണ്ടു. പിന്നെ ഇതാണ് നിയമസഭാ മന്ദിരം, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഹനുമാൻ കോവിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മസ്കറ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ വന്നത്. ഇതാണ് കേട്ടോ മസ്കറ്റ് ഹോട്ടൽ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് മ്യൂസിയം ഉള്ളത്. പിന്നെ നമ്മൾ മിലിറ്ററി ക്യാൻറ്റീനിൽ പോയപ്പോൾ നമ്മുടെ ഒരു ബാഗ് മറന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിനി നേരെ അതെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി അതൊക്കെ എടുത്ത് തിരിച്ച് വരുവാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്കാണ്. അപ്പം അവിടുത്തെ ക്യാൻറ്റീനിൽ ഒന്ന് കയറണമായിരുന്നു. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. പിന്നെ അവിടെ 2 ടാങ്കറിൻ്റെ ഇതൊക്കെ ഉണ്ട്, ഒറിജിനൽ ടാങ്കറൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ചേട്ടൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഡോഗുകളെയൊക്കെ നോക്കാൻ ഏൽപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് കമാൻഡോ. ഒത്തിരി VIP ഡോഗുകളെയൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയ പാടെ തന്നെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവൻ അവിടുത്തെ മോളുടെ ചെയറിലൊക്കെ ഇരുന്ന് കളിക്കുവാണ്. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരുന്നു. പിന്നെ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ വീട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്തിറങ്ങിയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പം നിൽക്കുന്നതാണ് മാമൻ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പോകാനിറങ്ങി. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കടുവാപ്പള്ളിക്കടുത്തുള്ള സെൻട്രൽ ഹോട്ടലിൽ കയറിയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ സെൻട്രൽ ഹോട്ടലിൽ കയറിയപ്പോൾ അതിൻ്റെ അകത്തായിട്ട് തന്നെയാണ് കേട്ടോ കിണറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ കിണർ. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയത് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത്. ഇവിടെ നല്ല റേറ്റ് വ്യത്യാസത്തിലാണ് കേട്ടോ കിട്ടുന്നത്. കംഫർട്ട് തന്നെയായാലും അതിൻ്റെ പ്രൈസ് 240 എത്രയാണ്, നമുക്ക് കിട്ടിയത് 148ആണ്. ഫെക്സിലും അതുപോലെ തന്നെ അത് കിട്ടിയത് 146-നാണ്. ഈ കോൾഗേറ്റിന് നമ്മുടെ മിലിറ്ററി പ്രൈസ് 78ആണ്. ഈ ഒലീവ് ഓയിലിന് 249ആണ്. ഇതിന് 182 രൂപയാണ്. മിൽക്ക് മെയ്ഡിന് 109 രൂപയാണ്. ഈ നമുക്ക് ക്യാൻറ്റീൻ പ്രൈസ് 392ആണ്. ഡയറി മിൽക്കിന് 93 രൂപയാണ്. ക്രിസ്പ് ആൻഡ് ഷൈൻ 2 രൂപയാണ്. ടാങ്ക് 110 രൂപയാണ്. റിലീഫ് പെയിൻറ്റിന് 72 രൂപയാണ്. പിന്നെ ലൈസോള് 330 ആണ്. പിന്നെ ഈ നെറ്റിന് ഇതിൻ്റെ MRP 799 കിടക്കുന്നത് 291.